ചോദ്യം 1. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ചരൺ സിംഗ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രിയായിരുന്നത് ചരൺ സിംഗ് ആണ്. 5 മാസവും 17 ദിവസവുമാണ് അദ്ദേഹം അധികാരത്തിലിരുന്നത്. ഒരു ടേമിൽ ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രിയായിരുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ്. 1996 മെയ് 16 മുതൽ ജൂൺ 1 വരെ. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നത് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. 1947 ഓഗസ്റ്റ് മുതൽ 1964 മെയ് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. ചോദ്യം 2. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏത്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. ശരി ഉത്തരം ഓപ്ഷൻ സി, ജീവകം സി. അസ്കോർബിക് ആസിഡ് ആണ് ജീവകം സി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോണോസാക്രൈസ് ആയ ഒരു വൈറ്റമിനാണ് ജീവകം സി. 1928 സെന്റ് ഗ്യോർഗി കാബേജിൽ നിന്നും ജീവകം സി വേർതിരിച്ചു. പുളിയുള്ള എല്ലാ ഫലങ്ങളിലും തക്കാളി, ഇലക്കറികൾ എന്നിവയിലും ജീവകം സി ഉണ്ട്. ദിവസേന 80 ഗ്രാം വൈറ്റമിൻ സി നമുക്ക് ആവശ്യമുണ്ട്. ചൂടാക്കിയാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടും. ഇതിന്റെ അഭാവത്തിൽ സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നു. ഇന്ത്യയിലേക്കുള്ള പ്രഥമ യാത്രയിൽ വാസ്കോഡഗാമയെ അനുഗമിച്ച നാവികരിൽ പകുതിയിലധികം പേരും മരണമടഞ്ഞത് സ്കർവി രോഗം ബാധിച്ചാണ്. നാവികരെയാണ് സ്കർവി ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. ദക്ഷിണ ധ്രുവത്തിലേക്ക് പര്യവേഷണം നടത്തിയ ക്യാപ്റ്റൻ കുക്കിന്റെയും സഹപ്രവർത്തകരുടെയും മരണത്തിനിടയാക്കിയത് സ്കർവി രോഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആവശ്യമായ അളവിൽ പുളിയുള്ള പഴങ്ങൾ അവർ കരുതിയിരുന്നില്ലത്രേ. പഴങ്ങളും നാരങ്ങയും കഴിച്ചാൽ സ്കർവി രോഗം തടയാം എന്ന് കണ്ടെത്തിയത് 1753 ജെയിംസ് ലിഞ്ച് ആണ്. ചോദ്യം 3. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമേത്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ആമുഖം. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ആമുഖം. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. അതിനാൽ ആമുഖത്തിന്റെ ശില്പിയായി നെഹ്റു അറിയപ്പെടുന്നു. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ. ആകെ ഒരു തവണ മാത്രമേ ഇതുവരെയായി ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42ാം ഭരണഘടനാ ഭേദഗതി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ ഇതിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നായിരുന്നു ഭേദഗതി. ചോദ്യം 4. നിയമകാര്യങ്ങളിൽ ഭാരത സർക്കാരിനെ ഉപദേശിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ അറ്റോർണി ജനറൽ, ചീഫ് ജസ്റ്റിസ്, സോളിസിറ്റർ ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ. ശരി ഉത്തരം നിയമകാര്യങ്ങളിൽ ഭാരത സർക്കാരിനെ ഉപദേശിക്കുക എന്നതാണ് അറ്റോർണി ജനറലിന്റെ പ്രാഥമിക ചുമതല. പ്രസിഡന്റാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 76ാം വകുപ്പ് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. പാർലമെന്റിൽ സംസാരിക്കാൻ അവകാശമുള്ള എന്നാൽ വോട്ടവകാശമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് അറ്റോർണി ജനറൽ. സുപ്രീം കോടതി ജഡ്ജിയാവാനുള്ള യോഗ്യതയാണ് അറ്റോർണി ജനറലാവാൻ വേണ്ടത്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ GE വഹൻവതിയാണ്. MC സെതൽവാദ് ആയിരുന്നു ആദ്യത്തെ അറ്റോർണി ജനറൽ. ഏറ്റവും കൂടുതൽ കാലം ഈ പദവിയിൽ ഇരുന്നതും അദ്ദേഹമാണ്. അറ്റോർണി ജനറലിനെ സഹായിക്കുന്ന ആളാണ് സോളിസിറ്റർ ജനറൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. CK ദാഫ്തരിയായിരുന്നു ആദ്യത്തെ സോളിസിറ്റർ ജനറൽ. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ. ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്.